5 ലിറ്റർ മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കർ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കറും സമ്മാനം. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ 1-ാം പ്രതി പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചു സുപ്രീം കോടതി. 7.5 വർഷത്തിന് ശേഷമാണ് ജാമ്യം കിട്ടുന്നത്. വിചാരണ കോടതിക്കും പ്രോസിക്യൂഷനുമെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചാണ് സുപ്രീം കോടതിയുടെ നടപടി. കേസിന്റെ വിചാരണ അനന്തമായി നീളുകയാണെന്നും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു പൾസർ സുനിയുടെ ജാമ്യാപേക്ഷ. പ്രധാന പ്രതിയായ നടന്റെ അഭിഭാഷകൻ അന്വേഷണ ഉദ്യോഗസ്ഥനെ വിചാരണ ചെയ്തത് 87 ദിവസമാണ്. വിചാരണ അനന്തമായി നീണ്ടുപോകുന്നു എന്ന വാദത്തിന് പരിഗണന നൽകിയേ മതിയാകൂ എന്ന് സുപ്രീം കോടതി നിലപാട് സ്വീകരിച്ചു. ഇത് എന്തുതരം വിചാരണയാണെന്ന് സുപ്രീം കോടതി വിമർശിച്ചു. വിചാരണ കോടതിയും പ്രോസിക്യൂഷനും നടപടികൾ അനന്തമായി നീളാൻ കാരണക്കാരായതായും സുപ്രീം കോടതി വ്യക്തമാക്കി. കുറ്റാരോപിതനെതിരെ മുൻവിധികൾ ഈ ഘട്ടത്തിൽ സ്വീകരിക്കാൻ കോടതിക്ക് സാധിക്കില്ലെന്നും ജാമ്യം അനുവദിക്കുകയാണെന്നും സുപ്രീം കോടതി അറിയിച്ചു. പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചാൽ വിചാരണ നടപടികൾ അട്ടിമറിക്കുന്നതിനുള്ള ശ്രമമുണ്ടായേക്കുമെന്ന് സംസ്ഥാന സർക്കാരിന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ രഞ്ജിത് കുമാർ സുപ്രീം കോടതിയിൽ വാദിച്ചു. വിചാരണ അട്ടിമറിക്കുന്നതിനായി ആക്രമണ ദൃശ്യങ്ങൾ പരസ്യപ്പെടുത്തിയേക്കും. ഇക്കാര്യങ്ങൾ ഗൗരവകരമാണെന്ന് വിലയിരുത്തിയ സുപ്രീം കോടതി വിചാരണ കോടതിക്ക് ശക്തമായ വ്യവസ്ഥകൾ ജാമ്യത്തിന് ഏർപ്പെടുത്താമെന്നറിയിച്ചു. ഒരാഴ്ചയ്ക്കുള്ളിൽ പൾസർ സുനിയെ വിചാരണ കോടതിയിൽ ഹാജരാക്കണമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. 2017 ഫെബ്രുവരിയിലായിരുന്നു കൊച്ചിയിൽ നടി കാറിൽ ആക്രമിക്കപ്പെട്ടത്. നെടുമ്പാശ്ശേരി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. 2017 ഫെബ്രുവരി 23 മുതൽ പൾസർ സുനി കസ്റ്റഡിയിലും ജയിലിലുമായി കഴിയുന്നു. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. വിചാരണ കോടതിയോടും പ്രോസിക്യൂഷനോടും എന്തുതരം വിചാരണയാണ് എന്ന് സുപ്രീം കോടതി പരമോന്നത നീതിപീഠം ചോദിക്കുക എന്നൊക്കെ പറയുന്നത് അങ്ങേറ്റം അസാധാരണമാണ്. 2-3 തവണ ഡെഡ് ലൈൻ കൊടുത്താണ് വിചാരണ പൂർത്തിയാക്കാൻ. അതിലൊന്നും ഒരു ഡെഡ് ലൈനും പാലിക്കപ്പെട്ടില്ല. അപ്പോൾ അതിൻ്റെ തുടർ ചർച്ചകൾ എന്തായാലും ഉണ്ടാകുമല്ലോ. ഭൈരവൻ കണ്ണൂർ പറയുകയാണ്, മുഖ്യമന്ത്രിയോടും ആളുടെ ആശയങ്ങളോടും എതിർപ്പുള്ളവരുണ്ടാകാം. ആ വിമർശനങ്ങൾ വേറെ നടത്തണം. ഒരു വലിയ ദുരന്തത്തിൽപ്പെട്ട് ഉറ്റവരും കിടക്കപ്പായ നഷ്ടമായ ജീവിതം തിരിച്ചുപിടിക്കാൻ കഷ്ടപ്പെടുന്ന പാവങ്ങളുടെ ചെലവിലാകരുത് എന്ന് പറഞ്ഞാൽ വയനാടിന് ഏതെങ്കിലും തരത്തിൽ കിട്ടാൻ സഹായത്തിന് അള്ളുവെക്കുന്ന ഒരു പരിപാടിക്കുമില്ല ഭൈരവന് ബിന്ദു.